ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരി പ്രദീപിൻ്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. ടോബി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത്രയും വേദനാജനകമായൊരു അന്തരീക്ഷം, അതിൻ്റെ പശ്ചാത്തലത്തിൽ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും. ഞായറാഴ്ച സംസ്കാരം നടക്കും ശ്രീഹരി പ്രദീപിൻ്റെ. ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി ആരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ടോബി? ഇപ്പോൾ ശ്രീഹരി പ്രദീപിൻ്റെ മൃതദേഹം സെഞ്ചൂട് യൂദാപുരത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, വളപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ അകമ്പടിയോടെ ചങ്ങനാശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ സുരക്ഷയൊരുക്കിയത്. എന്തായാലും ശ്രീഹരിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബന്ധുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 27 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ വീടിനും അതുപോലെ തന്നെ നാട്ടുകാർക്കുമെല്ലാം പ്രിയങ്കരനായിരുന്നു. അത്രത്തോളം അടുത്ത ബന്ധം ഈ കൂട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. നാട്ടിലൊക്കെ വലിയ നല്ല പേരുള്ള ഒരു യുവാവ്. ആ യുവാവ് അവൻ്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അച്ഛനോടൊപ്പം ജോലി ചെയ്യാൻ വിദേശത്തേക്ക് കുവൈറ്റിലേക്ക് പോകുന്നു. അതിനുശേഷം 8 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു ദാരുണമായിട്ടുള്ള ഒരു അപകടത്തിൽ മരിക്കുന്നു. അത് ഈ വീട്ടുകാർക്ക് എന്ന പോലെ തന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപോലെ വലിയ ഒരു ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രാവിലെ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒക്കെ കണ്ടത് നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ആളുകളെയാണ്. അത് വീട്ടിലുള്ളവർ മാത്രമല്ല, ആ ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം തന്നെ നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നു. സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് യദുവെന്ന് വിളിക്കുന്ന ശ്രീഹരി. അവരെല്ലാം തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും ആ കൂട്ടുകാരും ബന്ധുക്കളും എല്ലാമാണ് ആ മൃതശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അത് മോർച്ചറിയിലേക്ക് മാറ്റാൻ ആംബുലൻസിൽ നിന്ന് എടുക്കുമ്പോൾ യദുവിനോടൊപ്പമുള്ളത്. എന്തായാലും യദുവെന്ന് പറയുന്ന ശ്രീഹരിക്ക് യാത്രയാകുമ്പോൾ അവർക്ക് ആർക്കും തന്നെ ഒട്ടും താങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഇന്ന് രാവിലെയാണ് അച്ഛൻ പ്രദീപ് വീട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹവും ഇതേ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ തൻ്റെ മകൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകില്ല എന്നാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീട് കാണാതായപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയില്ല. അതിനുശേഷം ഈ മകനെ അന്വേഷിച്ച് അച്ഛൻ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വിവിധ ആശുപത്രികളിൽ പോയി അന്വേഷിച്ചു. ഏറ്റവും ഒടുവിലാണ് ഇങ്ങനെ ഒരു മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലീസ് അവിടുത്തെ വിളിച്ചപ്പോൾ അവിടെ ചെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ അത് ശ്രീഹരിയാണെന്ന് അറിയുന്നത്. ആ ഒരു ഷോക്കിൽ നിന്ന് ആ അച്ഛൻ ഇതുവരെ മുക്തനായിട്ടില്ല. രാവിലെ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആ വിഷമമെല്ലാം തന്നെ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു വിഷമം, അതേ വിഷമം തന്നെയാണ് ആ വീട്ടിലുള്ളവർക്കെല്ലാം ഉള്ളത്. അമ്മ ദീപ, അതുപോലെ തന്നെ 2 സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ആ ഒരു വിയോഗം ആ വീടിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നാട്ടുകാരെത്തിയിട്ടുണ്ട്, ഉറ്റ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ്. എന്തായാലും വീട്ടുവളപ്പിൽ കൊണ്ടുപോയി ഒരു പൊതുദർശനമൊന്നും ഇന്നുണ്ടാകില്ല. ഒരു ബന്ധു കാനഡയിലുണ്ട്, അദ്ദേഹം എത്തുന്നതിന് വേണ്ടിയാണ് ആ ചടങ്ങുകൾ, സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഞായറാഴ്ച 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ നടത്താൻ വേണ്ടിയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. വീട്ടുവളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ ബന്ധുവായിട്ടുള്ള ആൾക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞായറാഴ്ചത്തേക്ക് മാറ്റിയത്. രാവിലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ അവിടെ എത്തി. അതുപോലെ തന്നെ ആ നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ ആ വീട്ടിലെത്തി അച്ഛനെ. ശരി, ശ്രീഹരി പ്രദീപിന്റെ സംസ്കാരം ഞായറാഴ്ചയായിരിക്കും നടക്കുക. അടുത്തൊരു ബന്ധു കാനഡയിൽ നിന്ന് എത്താനുണ്ട്. അതുകൊണ്ടാണ് ആ ദിവസത്തേക്ക് സംസ്കാരം മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രി മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും. അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി കിട്ടിയതിനെ തുടർന്ന് പോയതാണ് ശ്രീഹരി പ്രദീപ്. പക്ഷേ ആ ജോലിയിൽ പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പ് ജൂൺ 5-നാണ് ശ്രീഹരി പോകുന്നത്. അതിനു മുമ്പ് തന്നെ ഇങ്ങനെയൊരു മടക്കം ശ്രീഹരിക്ക് ഉണ്ടാകേണ്ടി വന്നു.